ചെറിയൊരു എക്സ്പെരിമെന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെന്റ് പോരാളികളാണ് ഈ രണ്ട് സാധനങ്ങൾ. കൂടെ ഒരു ഗ്ലാസ് ടംബ്ലറും ഉണ്ട്. അപ്പോൾ ഇതൊരു തെർമോഡൈനാമിക്സിൻ്റെ ഒരു ബേസിലുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇത്. അപ്പോൾ നമുക്ക് ഈ എക്സ്പെരിമെൻ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ അകത്ത് എന്തൊക്കെ റിയാക്ഷനാണ് നടക്കുന്നതെന്ന്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് ആരും അനുകരിക്കരുത്. കാര്യം ഇത് ചെയ്യുവാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രൊട്ടക്ഷനൊക്കെ നോക്കിയിട്ട് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. സംഭവം ഒരല്പം ഇച്ചിരി ഡേഞ്ചറായിട്ടുള്ള ഒരു സാധനമാണ്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ചെയ്ത് നോക്കാം. ഈ ഡെറ്റോൾ നമുക്ക് ആദ്യം ഈ ഗ്ലാസ്സിലേക്ക് നമുക്കൊന്ന് ഒഴിക്കാം. ഡെറ്റോൾ ഇത് പൊട്ടിക്കാൻ ഭയങ്കര പാടാണ്. പൊട്ടി ആൻറ്റിസെപ്റ്റിക് ലിക്വിഡ് ആണ് ഡെറ്റോൾ. അപ്പോൾ നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിക്കാം. നമുക്ക് നമ്മുടെ എല്ലാം വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്തിനാ, നമുക്ക് എന്തെങ്കിലും മുറിവൊക്കെ വരുമ്പോൾ ഉപയോഗിക്കുന്നതാണ് സാധനമാണിത് ഡെറ്റോൾ. ഇപ്പം ഡെറ്റോൾ നമ്മൾ മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട് ഇതിനകത്തിട്ട്. ഇത് കണ്ടോ. ഇനി നമുക്ക് ഈ ഫെവിക്വിക്ക് കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് നോക്കാം. അപ്പോൾ ഇത് എന്താണ് റിയാക്ഷൻ സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, ഇതാരും പരീക്ഷിച്ചൊന്നും നോക്കണ്ട. നമ്മൾ റിയാക്ഷൻ എന്താണെന്ന് ഒരു ജിജ്ഞാസ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ വേഗം തന്നെ ഒട്ടുന്ന ഒരു പശയാണ് ഫെവിക്വിക്ക്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നതാണ് നമ്മളിപ്പം നോക്കാൻ പോകുന്നത്. അപ്പം നോക്കാം. അപ്പം നമ്മൾ നോക്കാം. അപ്പം നേരെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇതങ്ങോട്ട് ഒഴിച്ചു നോക്കാം. കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തോ പുകയൊക്കെ വരുന്നുണ്ട്. ഇത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഇപ്പം നമ്മൾ ആ ഒരു ചെറിയ പുക കണ്ടത് എന്താണെന്ന് വെച്ചാൽ ചൂട് വെളിയിലേക്ക് പോകുന്നതാണ്. ചൂടാണ് കേട്ടോ, അത്യാവശ്യം നല്ല ചൂടുണ്ട്. അതാണ് എക്സോതെർമിക് റിയാക്ഷൻ. ആ റിയാക്ഷൻ നടക്കുമ്പോഴത്തേക്കിനും അതിൽ ആ ഒരു റിയാക്ഷൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ചൂടോ അല്ലെങ്കിൽ ലൈറ്റോ ഒക്കെ വെളിയിലോട്ട് വരുന്നതാണ് എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തെർമോഡൈനാമിക്സിലെ ഒരു ഭാഗമാണ് ഈ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം. അത് ആ ഒഴിച്ച് അത്രയും പശയും ഇത് കണ്ടോ, ഇത് നല്ല കല്ല് പോലെ ഈ സംഭവം അത്യാവശ്യം നല്ല ചൂടുണ്ട്. അതുകൊണ്ട് ഇത് ആരും അനുകരിക്കരുത്. ഇത് കണ്ട സംഭവം വളരെ ലെയർ പോലെയാണ് സംഭവം നിൽക്കുന്നത് കേട്ടോ. ലെയർ കാണാൻ പറ്റും. അതെ, ലെയർ പോലെയാണ് സംഭവം. ഒരുപാട് ഡെറ്റോളിന്റെ നല്ല മണം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ചൂടുണ്ട് സംഭവത്തിന്. ഗ്ലാസ് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ലെയർ പോലെയാണ് ഈ സാധനം നിൽക്കുന്നത്. നോക്കിയേ. എന്തായാലും ഇതാരും പരീക്ഷിച്ച് നോക്കണ്ട. കാരണം ഇത് ഇനി ഈ ഡെറ്റോൾ ഉപയോഗിക്കാനും പറ്റത്തില്ല. ഡെറ്റോൾ ഇനി ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഡെറ്റോളിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കാം. ഇതിൻ്റെ പശയുടെ എഫക്റ്റ് ഒക്കെ പോയി കേട്ടോ. അതിൻ്റെ ആ പശയില്ലേ, പശയെന്ന് പറയുന്നത് ഇനിയിപ്പോൾ പറ്റത്തില്ല. അതിൻ്റെ ഇതെല്ലാം പോയി സംഭവം. ഇത് എന്താ പറയുന്നത്, ഒരു ഈ ഐസ് ഫ്രീസ് ആകത്തില്ലേ നമ്മൾ മറ്റേ ഇതുപോലെ, അതുപോലത്തെ ഒരു സംഭവം. ഇത് നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്. നമുക്കിതൊന്ന് അടർത്തി നോക്കാം. ഇത് കണ്ട്, ഇത് വളരെ ലെയറായിട്ട് നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ലെയറായിട്ട് വരുന്നുണ്ട്. അതെ, എന്താ അതിൻ്റെ ആ ഇത് പോയി, കംപ്ലീറ്റ് എഫക്റ്റും പോയിട്ട് ഒരു പ്ലാസ്റ്റിക് ആ ഒരു ഇതായത്. എന്തായാലും ഇത് രണ്ടും കൂടെ ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ ആണ് നടക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് നമുക്ക് ഒരു തരത്തിലും യൂസ്ഫുൾ അല്ല. അപ്പം അതുകൊണ്ട് തന്നെ പക്ഷെ എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊരു റിയാക്ഷൻ അതറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ. നല്ല ചൂടുണ്ട് കേട്ടോ ഇത്. നോക്കിയേ, അതെല്ലാം കട്ട പിടിച്ചിരിക്കുകയാണെങ്കിൽ പോലും നല്ല ലെയറായിട്ട് ഫോം ചെയ്തിരിക്കുന്നത്. മുഴുവൻ പോയ കേട്ടോ. ഗ്ലാസിന് ചൂടുണ്ട് എന്നാലും കുറവുണ്ട്. ഇപ്പൊ ഇത്ര നേരമായി നല്ല അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ചൂടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ ഡെറ്റോളിനും അത്യാവശ്യം ചൂടുണ്ട് ചെറുതായിട്ട്. ഇതുണ്ട്, ഇതിങ്ങനെ ലെയറായിട്ട് നമുക്കിതിങ്ങനെ ഇളക്കി എടുക്കാം സംഭവം.
ഇപ്പം തണുത്ത് കേട്ടോ, ഇപ്പം തണുപ്പായി. എനിക്ക് പ്ലാസ്റ്റിക് പോലെ ഈ സംഭവം. ശരി, ഇപ്പം തണുത്തിട്ടുണ്ട് സംഭവം. എന്തായാലും നമ്മളൊരു ഇതെന്താ സംഭവിക്കുന്നൊരു ജിജ്ഞാസ. അപ്പൊ അത് നമുക്ക് ഈ പരീക്ഷണം നല്ലൊരു ഇത് നല്ല ഒട്ടിപ്പിടിച്ചല്ലേ. ഇത് ആരും അനുകരിക്കരുത് കേട്ടോ. ഇത് സംഭവം അത്യാവശ്യം ഇച്ചിരി അപകടം പിടിച്ചൊരു പരിപാടിയാണ്. അത് ഈ പശ അങ്ങോട്ട് ഒഴിക്കുമ്പോൾ തന്നെ നല്ല പുക ഇങ്ങനെ പൊങ്ങി അങ്ങ് വരികയാണ്. അപ്പോൾ അതുണ്ടല്ലോ നമ്മൾ കണ്ണിലൊക്കെ വീഴാനൊക്കെ സാധ്യതയുണ്ട്, തെറിച്ച്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ, പ്രത്യേകിച്ച് കുട്ടികളാരും ഇത് അനുകരിക്കരുത്. ഇത് നമ്മളിതിൻ്റെ ഒരു സയൻസ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കൊള്ള സംഭവം കിടക്കി കുഴപ്പമില്ലാത്തൊരു പരിപാടി. എന്തായാലും അങ്ങനെ ഒരു പുതിയ എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ പുതിയ കാര്യം നമ്മൾ എന്താണെന്നൊന്ന് അറിയാനൊരു ജിജ്ഞാസയിൽ നമ്മൾ ചെയ്ത് ആ ഒരു ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമായിരുന്നു. അപ്പോൾ അത്ര മാത്രമാണ് ഇന്നത്തെ ചെറിയ വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഉള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ആയിട്ട് ഇടുക. അപ്പോൾ അടുത്ത ഒരു വെടിച്ചില്ല് എപ്പിസോഡുമായിട്ട് നമ്മൾ പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ. പമ്പരം കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ, പമ്പര കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ, പമ്പര കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കിറങ്ങി. കിളി പാറിയൊരു ചിരി നിറം മാറി കത്തി തിരി.